രാഹുലിന് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ, വേറെ കല്യാണങ്ങൾ വരുന്നുണ്ടോ, നീ എൻ്റെ അടുത്ത് സത്യം പറയണം, ഞാൻ നിന്നെ അനിയനെ പോലെ കാണുന്നത്, നീ ഒരു ചേച്ചിയെ പോലെ കാണുന്നത്, നീ എൻ്റെ അടുത്ത് സത്യങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഫെനിയാണ് എനിക്ക് അഷുറൻസ് തന്നുകൊണ്ടിരുന്നത് രാഹുലിന്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആളുടെ ഫാൻസ് ആണ്, അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ്, എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നൊക്കെ ഫെനിയാണ് എനിക്ക് വീണ്ടും വീണ്ടും ഒരു റീഅഷുറൻസ് തരുന്നത്. അപ്പോൾ ഒരു ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഞാനാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനുള്ളൊരു ബോണ്ട് അപ്പോഴും എനിക്ക് രാഹുലിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എനിക്കത് ഒരു സമാധാനമായിരുന്നു എനിക്കന്ന് കിട്ടിയിരുന്നത്. എന്നെ അധിക്ഷേപിക്കണം, വ്യക്തിഹത്യ നടത്തണം, സ്ലട്ട് ഷെയിം ചെയ്യണം, സൈബർ ബുള്ളിങ് നടത്തണം, ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാവരെയും ഇതൊന്ന് കാണിച്ച് പേടിപ്പിക്കണം, നിശബ്ദതയിലാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫെനിനെ ഞാൻ പുറത്തു വിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി തരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫെനിയെ ഞാൻ പരിചയപ്പെടുന്നത് 2024 ജൂലൈയിലാണ്. അന്ന് തൊട്ട് 2025 നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് ഫെനി ഒരു കുഞ്ഞ് അനിയനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് 2024 മെയ് മാസത്തിലാണ്. എനിക്ക് മിസ്കാരേജ് ആയതാണ്. ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുമായിരുന്നു. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി. ഈ സമയത്താണ് ഫെനി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഇങ്ങോട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് എനിക്ക് പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത്. ഇപ്പോൾ ഫെനീൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ചൂരൽമല ഫണ്ടിങ്ങിൽ ഇങ്ങനെ കൂപ്പൺ ചലഞ്ച് ഉണ്ട്, കൂപ്പൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. സ്ട്രേഞ്ചറായി എൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിൻ്റെ ഡ്രോ നടക്കുന്നത്, വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതും. അതൊരു കഴിവതും സമ്മർദ്ദം ചെലുത്തി വിന്നറാവാൻ ശ്രമിക്കുക എന്നായിരുന്നു. പിന്നെ എന്ത് സംസാരിച്ചാലും ഫെനി അവസാനം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി സംസാരിച്ചാണ് നിർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു സംശയം ഉണ്ടായി, രാഹുൽ ഈ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം ഫെനിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അപ്പം അതും കൂടെ അറിയാൻ ഞാനും ഇനിഷ്യേറ്റീവ് എടുത്ത് ഫെനിയുടെ അടുത്ത് സംസാരിക്കുമായിരുന്നു. സംസാരിച്ച് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയായി. ഞാനൊരു എൻ്റെ അനീതിയുടെ പ്രായമുണ്ട് ഫെനിക്ക്. അപ്പം ഞാനൊരു കുഞ്ഞ് അനിയനെ പോലെയാണ് ഫെനിയെ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പം ഞാനന്ന് കടന്നു പോകുന്നൊരവസ്ഥ ഫിസിക്കലി എനിക്ക് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട്, ഹെവി ക്ലോട്ട്സ് ഉണ്ട്, പിന്നെ ക്ഷീണമുണ്ട്, തലകറക്കമുണ്ട്, തളർച്ചയുണ്ട്, മെൻ്റലി എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, ഇൻസോംനിയ ഉണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളൊരു മെൻ്റൽ സ്റ്റേറ്റ് തന്നെ വളരെ ഓൾട്ടർ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും സോഷ്യൽ ആൻസൈറ്റി കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എല്ലാ രീതിയിലും നമ്മളൊന്ന് ഒറ്റപ്പെട്ട് ഇനി എന്ത് എന്ന് മനസ്സിലാവാതെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ സമയത്ത് കുഞ്ഞായിരുന്നു എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടിലും ഇരിക്കുമ്പോഴാണ് ഫെനി സംസാരിക്കുന്നത്. അപ്പോൾ ഒരു മൊമെന്റിൽ എനിക്ക് ആരെങ്കിലും അടുത്തൊന്ന് വിളിച്ച് പറയണമായിരുന്നു. പക്ഷെ ഞാൻ അനുഭവിച്ച ഫിസിക്കൽ അസോൾട്ടിനെയും എന്നെ ഹ്യൂമിലേറ്റ് ചെയ്തതിനെ പറ്റി അതിനേക്കാളൊക്കെ ആ സമയത്ത് ഫെനിയോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുഞ്ഞെ നഷ്ടപ്പെട്ടതും എനിക്ക് മിസ്കാരേജ് ഉണ്ടായതും രാഹുൽ എൻ്റെ പ്രഗ്നൻസി ഡിനേ ചെയ്തതും എന്നെ സ്ലട്ട് ഷെയിം ചെയ്തതും എന്നെ ബ്ലോക്ക് ചെയ്തു പോയതും ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് രാഹുലിനോട് അതിഭീകരമായ ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നത്. അപ്പോൾ ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനി എന്നെ വളരെ ആശ്വസിപ്പിച്ചു, എന്നെ കംഫർട്ടബിൾ ആക്കി. പോട്ടെ സാരിയില്ല എന്നൊക്കെ പറഞ്ഞു, ഇതാരോട് ഇനി പറയരുത് എന്നെൻ്റെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഫെനിയുടെ ചോദിച്ചു, ഫെനി ഈ രാഹുലിന് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ, വേറെ കല്യാണങ്ങൾ വരുന്നുണ്ടോ, നീ എൻ്റെ അടുത്ത് സത്യം പറയണം, ഞാൻ നിന്നെ അനിയനെ പോലെ കാണുന്നത്, നീ ഒരു ചേച്ചിയെ പോലെ കാണുന്നത്, നീ എൻ്റെ അടുത്ത് സത്യങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഫെനിയാണ് എനിക്ക് അഷുറൻസ് തന്നുകൊണ്ടിരുന്നത് രാഹുലിന്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആളുടെ ഫാൻസ് ആണ്, അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ്, എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നൊക്കെ ഫെനിയാണ് എനിക്ക് വീണ്ടും വീണ്ടും ഒരു റീഅഷുറൻസ് തരുന്നത്. അപ്പോൾ ഒരു ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഞാനാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനുള്ളൊരു ബോണ്ട് അപ്പോഴും എനിക്ക് രാഹുലിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എനിക്കത് ഒരു സമാധാനമായിരുന്നു എനിക്കന്ന് കിട്ടിയിരുന്നത്. പിന്നീട് ഇതേ ഫിനി തന്നെയാണ് എൻ്റെ അടുത്ത് രാഹുലിന്
കോടികളുടെ ബാധ്യതയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. രാഹുലേട്ടൻ ഇങ്ങനെ പൊതുപ്രവർത്തകനായതുകൊണ്ട് ബാക്കി പ്രവർത്തകരുടെ പല ചെലവുകൾക്കും പൈസ ഇല്ല, അവരുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് ആശുപത്രി ചെലവ്, കല്യാണങ്ങള്, മരണങ്ങള് എല്ലാത്തിനും കയ്യിൽ നിന്ന് പൈസ എടുത്താണ് ഇതേ ബാധ്യതകളുണ്ടായെന്ന് എന്നെ വിശ്വസിപ്പിച്ചു. പിന്നെ പാലക്കാട് ഇലക്ഷന് തൊട്ട് മുന്നേ ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ നിൽക്കുമ്പോഴാണ് ഷൈനിന്റെ അടുത്ത് പറയുന്നത് രാഹുലേട്ടന് ഒരു പൈസ ഇല്ലാതെ നട്ടം തിരിയുവാണ്. ഞങ്ങൾ തലേദിവസം ട്രിവാൻഡ്രം വന്നതാണ്, അപ്പോൾ ഫുഡ് മേടിക്കാൻ പോലും പൈസ ഇല്ല, ഞങ്ങളിതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ആരെങ്കിലും ഒന്ന് വാങ്ങി തരുന്നത് നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ എൻ്റെ കുഞ്ഞിന്റെ അച്ഛനാണല്ലോ എന്നൊരു ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ഇവർക്ക് അയച്ചു കൊടുത്തു. രാഹുലിന്റെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു കൊടുത്തത് കിട്ടിയെന്ന് കൺഫേം ചെയ്യുന്നത് പോലും ഈ പറയുന്ന ഷൈനിയാണ്. ഇനി രാഹുലിന്റെ കാര്യത്തിൽ ഞാൻ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊരു റീഅഷുറൻസ് വന്നുകൊണ്ടിരുന്നത് ഇതേ ഷൈനി തന്നെയാണ്.